ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി എന്ന സ്ഥലത്താണ്. ഇവിടെ ചെടികൾ കൊണ്ടും പഴവർഗ്ഗ മരങ്ങൾ കൊണ്ടും മായാജാലം തീർക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് പോയി കാണാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഉള്ളത്. നേരെ പോയി കണ്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കടക്കവാ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തുണ്ട് പിന്നെ? സുഖം. നമസ്കാരം. എന്താണ് പേര്? എൻ്റെ പേര് മൊയ്തു. എന്താണ് ചെയ്യുന്നത്? ഞാൻ ഗൾഫിലായിരുന്നു. ഇപ്പോൾ വന്നിട്ട് 5 കൊല്ലമായി. അതെയാ? ഗൾഫിൽ കുറേ കാലം ഉണ്ടായിരുന്നോ? ഒരു 43 കൊല്ലം. അതെയാ? പിന്നെ നമ്മളെപ്പോലുള്ളവർക്കുള്ള അസൂയ ജനിപ്പിക്കുന്ന രീതിയിൽ ഈ പിന്നെ പഴവർഗ്ഗവും പിന്നെ ചെടികളെല്ലാം കൃഷി ചെയ്യാൻ എന്നാ നിങ്ങൾക്ക് ഒരു പ്രചോദനമായിട്ട്? എനിക്ക് ചെറുപ്പത്തിലേ ഉള്ളതാണ് ഒരു താല്പര്യമാണ്. അതൊരു മനസ്സിന് സന്തോഷം. അത്രേ ഉള്ളൂ. പക്ഷെ ഇതിനൊക്കെ എല്ലാവരും പറയും ഒന്നിനൊരു സമയം കിട്ടുന്നില്ല. എങ്ങനെ സമയം കണ്ടെത്തുന്നത്? ആരും സമയം കിട്ടുന്നില്ല. ഇഷ്ടംപോലെ സമയമുണ്ട്. അതെയാ? വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പൊ നിങ്ങൾ? വേറൊന്നും ചെയ്യുന്നില്ല. ഇത് തന്നെ ഇതിന്റെ കൂടെ അങ്ങനെ അലിഞ്ഞു ചേർന്ന് ചെയ്യും. അതുകൊണ്ട് മര്യാദയ്ക്ക് നടന്നു പോകുന്നു. അതെ. ഇതൊക്കെ ചെമ്പരത്തിയാണ്, ഹൈബ്രിഡ് ചെമ്പരത്തി. ഈ ചെമ്പരത്തി ഞാനന്ന് വന്നപ്പോ കണ്ടിരുന്നു. നല്ല മനോഹരമായിട്ട് പൂക്കൾ വിരിഞ്ഞോ. ഇതെല്ലാം വാടി ഇന്നലെ വിരിഞ്ഞ ഒരു ദിവസം എന്താ വാടിപ്പോയി. നല്ല രസമുള്ള ചെമ്പരത്തിയായിരുന്നു. അപ്പുറം ഞാൻ കംപ്ലീറ്റ് ഒരേ അതിന്റെ മുകളിൽ 20 എണ്ണം ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നാരങ്ങ, ഇസ്രായേൽ നാരങ്ങ. അതെയാ? ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് നമ്മളൊരു മജീദ് ഭായി ഉണ്ടായിരുന്നു മലപ്പുറം, ആള് കൊടുത്താച്ച കുറെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഏത് ആ പൂവ്? ഇത് സൺഡേ മൺഡേ എന്ന് പറയുന്നതാണ്. 2 കളർ. സൺഡേ മൺഡേ എന്നതിന്റെ പേര്. 2 കളർ ഉണ്ടാവും. 3 കളറാവില്ലേ? 2 തോന്നുന്നുണ്ട്. സൺഡേ മൺഡേ എന്നാ പറയാ. നാരങ്ങ അതെന്നാ മാതള നാരങ്ങ? അല്ലല്ല, മാതള നാരങ്ങ അല്ല. അതിനായിട്ട് കുറച്ചും പാട് വലുതാവും. ഇതൊക്കെ എല്ലാത്തിനും മുകളിൽ ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ട്. പേര് തിരിയാൻ വേണ്ടിട്ട്. അത് എനിക്ക് ഓർമ്മ കിട്ടത്തില്ല. പക്ഷെ അതിന്റെ പേര് മാഞ്ഞു പോയി. ഇതൊക്കെ ഈ ചെടികളൊക്കെ നിങ്ങൾ എവിടുന്നാന്ന് പിന്നെ കളക്ട് ചെയ്തത്? കുറേ പൈസ കൊടുത്ത് വാങ്ങിയത്. പിന്നെ എനിക്കിഷ്ടമുള്ളത് ചിലപ്പോൾ കുറേ കൂട്ടുകാർ തരികയും ചെയ്യും. ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ മജീദ് സാബ് മലപ്പുറത്തുള്ള ഒരാളാണ്. അപ്പൊ ഞാനും നമ്മളൊരു അനുജനും 3-4 ആൾക്കാരുണ്ട്. ഇങ്ങനെ ഈ 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും മലപ്പുറം പോയിട്ടുണ്ട്, കോഴിക്കോട് പോയിട്ടുണ്ട്, പയ്യന്നൂർ പോയിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഞങ്ങളിങ്ങനെ വിസിറ്റ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് ചിലപ്പം പൈസ കൊടുത്ത് വാങ്ങും, ചിലത് ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ ഏകദേശം 40 ഐറ്റംസ് ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ബഡ് ചെയ്ത് പഠിക്കലാണ്. ബഡിങ് അല്ലേ? നമുക്ക് കാണാം. പിന്നെ ഇത് നമ്മളെ കാട്ടിലുണ്ടാകുന്ന വെളിയിലല്ലേ? ഇത് കാട്ടിലുണ്ടാകുന്ന വെളിയിൽ തന്നെ. പക്ഷെ അത് നടുമ്പോലെ നട്ടാലും അത് നല്ല രസമായിട്ടുണ്ടാവും. അതുപോലെ അപ്പുറത്ത് മറ്റേ പേഗോഡ എന്ന സാധനല്ലേ? ഇതന്നെ. ഇത് നമ്മള് ഓണത്തിന് പോലെ ഇടുന്ന സാധനം. കൃഷ്ണഗിരി കിരീടം എന്നും കൂടെ പറയുന്നു. കൃഷ്ണകിരീടം എന്ന് പറയുന്നത്. നമുക്ക് ബാക്കിയുള്ള ചെടികളിലെല്ലാം കാണിച്ചു നിങ്ങൾ. പിന്നെ ഇത് ഇപ്പൊ ഞാൻ ഇത് കണ്ട ഇത് സീതപ്പഴം. അതിൽ കായ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ അത് കാണുന്നതാണ്. അത് കായ ഉണ്ടായിട്ടുണ്ട്. സീതാപ്പഴത്തിന്റെ മേലെ കായ് ഉണ്ടായി. അത് ചട്ടി തന്നെ നട്ടാ മതി. ഇത് റംബൂട്ടാനാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് പൂത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പൂത്തിന് പക്ഷെ ഉണ്ടായില്ല. മഴ പെയ്തോണ്ടാ എന്തുകൊണ്ടാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഉള്ളില് ഓൾ സീസൺ മാവാണ്. ഉള്ളിൽ വേണമെങ്കിൽ കാര്യം നോക്കാം. ഇതെന്താ സാധനം? ഇതൊരു ഞങ്ങൾ പഴയ ചിലപ്പം വീട്ടിലൊക്കെ കെട്ടിത്തൂക്കുന്ന സാധനം. അതാണല്ലേ? കണ്ണോളിൽ നിന്ന് പറഞ്ഞിട്ട് സാധനം. അത് നാനോ ഫ്രൂട്ട് എന്ന് പറഞ്ഞ സാധനമാണ്. പക്ഷെ അത് ഗൾഫിലൊക്കെ നല്ല വിലയുള്ള സാധനമാണ്. തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റുന്ന
കുളിക്കുമ്പോൾ വല്ലാതെ ഒരു നാറ്റാണ്. ആ അല്ല ഇത് നമ്മളെ പറമ്പിൽ ചില സ്ഥലത്തെല്ലാം കാണാം, ഒരു വല്ലാതെ കാണാതിരിക്കും. പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഗൾഫിലുള്ളൊരു ജ്യൂസ് അടിച്ച് കുടിക്കലാണ്. അതെയോ? ആ പല ഔഷധ ഗുണങ്ങളുള്ള സാധനം അത്. പക്ഷെ അതിന്റെ മണം ഒരു വല്ലാതെ മണം, ജ്യൂസ് അടിച്ച് കുടിക്കുന്ന കളി. ഇത് കമ്പ് നട്ടാലും ഇത് പീനട്ട് ബട്ടറാണ്. പീനട്ട് ബട്ടറാ? അതെയാ? നമ്മളെ പിന്നെ ഇതിനകത്തെല്ലാം ചേർക്കുന്ന സാധനം ചോക്ലേറ്റിലും ഇതിലുള്ള ആ പീനട്ട് ബട്ടറിനെയാ? അതന്നെ ആയിരിക്കാം. ഇത് പേര് പീനട്ട് ബട്ടർ എന്നാണ്. ഇത് തിന്നിട്ടുണ്ടോ നിങ്ങളെപ്പെങ്കിലും? തിന്ന നല്ല സാധനം ഉള്ളിലുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതെയാ? പരിക്കട്ടെ എന്ന്? ഓ പരിക്ക, അത് പച്ചയാണ്. ഉള്ളിലുള്ളല്ലേ? ഉള്ളിലുള്ള. ഇത് ബ്ലാക്ക് ബെറി ആണ്. ബ്ലാക്ക് ബെറി കാണിച്ചോ? ബ്ലാക്ക് ബെറി. പക്ഷെ ഇത് ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടാവില്ല. ഉണ്ടാവില്ല? ഏയ് പീനട്ട് ബട്ടർ. ഇത് പിന്നെ ഇതാക്കണം അല്ല, ഉണക്കിട്ട് ഇത് എടുക്കുക. ഇതെങ്ങനെ എടുക്കുക? അങ്ങനെ നിന്നോ കുരു എടുക്ക നിന്ന നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെറൈറ്റി ടേസ്റ്റ്, നമ്മൾ തിന്നാ സാധനല്ലേ. ഇതിന്റെ മുളി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പേരുണ്ട് മിറാക്കിൾ ഫ്രൂട്ട്. മിറാക്കിൾ ഫ്രൂട്ട്. ഇത് കഴിച്ചിട്ട് എന്ത് പുളിപ്പുള്ള കഴിച്ചെങ്കിലും അത് മധുരിക്കും. അത് പറയുന്ന കേട്ടിട്ടുണ്ട്. അതാ സാധനം. ഇത് ഇതാണ് ഉറുമാമ്പഴം അല്ല, സബാറ. ജബോക്കവ. ബ്ലൂബെറിയാ? ബ്ലൂബെറി, കായാമ്പൂ. അല്ലേ? ഒരു പാട്ടുണ്ടല്ലോ, കായാമ്പൂ. നിങ്ങൾ പാട്ട് പാടുവാ? ഇല്ല, പാടാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഒരുപാട് ബോഗൻവില്ല കളക്ഷൻ ഉണ്ടല്ലേ? ബോഗൻവില്ല എന്ന് പറഞ്ഞാൽ അതാ ഏറ്റവും നല്ല ഇതുണ്ടാക്കാം. അതിപ്പം പൂരിയാതുകൊണ്ട് അതിന്റെ സ്റ്റൈൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ല അല്ലേ? ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. എന്തായാലും പൂവിരി കഴിയുമ്പോൾ ഒരു ദിവസം വരേണ്ടി വരും, ഒരു വരവ് കൂടി വരേണ്ടി വരും അല്ലേ? ഇത് നിങ്ങൾക്ക് വേണ്ടുന്നല്ലേ പറഞ്ഞേ, കട്ട് ചെയ്തെടുത്തോ. ഇതെന്നാ ഇത്? ഇത് വൈറ്റ് ഞാവൽ. അത് പേര് കാണുന്നില്ല. വൈറ്റ് ഞാവൽ. സാധാരണ കറുത്തല്ലേ പേര്? എനിക്ക് വായുവെള്ളം വരുന്നത്. ഇത് ഒരുപാട് ഉണ്ടാവും. ഏടെ ഓർമ്മ വരുവാ? നമുക്ക് രണ്ടെണ്ണമുള്ള തന്നെ ഓർമ്മ ഉണ്ടാവില്ല. ഇതെല്ലാം ചെടി തന്നെയാ? ഇതൊക്കെ ശരി. ഇതിന്റെ ഒരു ആയുർവേദിക്കില് ശരിയാണത്. ഇത് ചൈനീസ് നാരങ്ങ. ഇതോ? ഇതും ഒരു പൂവാണ്. ഇത് അബിയുമാണ്. അബിയാണല്ലേ? അതിലുണ്ടായിട്ടുണ്ടല്ലേ? ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടല്ലേ? ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അബിയും മുട്ടപ്പഴം ഒരേപോലെയാണ് ഏകദേശം. കാണാനാ? ഇതോ? ഇത് സാധാ നാരങ്ങ അല്ല, അത് ചൈനീസ് നാരങ്ങ. ഇതെന്നാ അരിപ്പൂവിന്റെ ഇല പോലത്തെ സാധനം? ചെടി തന്നെയാ? അതൊരു പൂവാണ്. മണമൊന്നുമില്ല. ഇത് ഷുഗറിന്റെ തൈയാണ്. ഷുഗറിന്റെ അല്ലേ? ഇത് എൻ്റെ പേര് ഇത് നമ്മളെ ഷുഗർ സുധാകരൻ എന്ന് പറഞ്ഞിട്ട് ആള് പയ്യന്നൂരിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അയാള് മറ്റേ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ ഇത് ഇത്ര കഷ്ടം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഈ കുത്തി പിഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം കുടിക്കാം. അപ്പൊ ഷുഗർ കുറയും. ഷുഗർ 500 ഉണ്ടെങ്കിൽ 100 ആവും. 500 ഉണ്ടെങ്കിൽ 100 ആവും. പക്ഷെ ഒരു കാര്യമുണ്ട്, 15 ദിവസം കൂടുതൽ കഴിക്കാൻ പാടില്ല. എല്ലാം കൂടി ഡൗൺ ആയി കളയും, കിഡ്നി പോവും. അതെയാ? അങ്ങനെയുണ്ട്. പിന്നെ ഇതിന്റെ പേര് ചിറ്റാമൃത് എന്നാണ്. ചിറ്റാമൃത് അല്ലേ? ചിറ്റാമൃത്. ആര് വന്നില്ലെങ്കിൽ ഞാൻ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും. അത് നല്ല ഇതല്ലേ? ആരായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇത് ഗോവന്റെ കശുമാവാണ്. അത് പിന്നെ ഇതൊന്നും ഒരു ഉണങ്ങിപ്പി നമ്മളെ നാട്ടിലെ അടിയിൽ തീയിട്ടിട്ട് ഉണങ്ങിയ പോലെ ഇങ്ങനെ ഇതന്നെ ഇതേ കളറാണ്. ഇത് അണ്ടിയും മാങ്ങയും എല്ലാം ചുവപ്പ് കളറാണ്. അതെയാ? കാണുമ്പോ ഒരു ഉണങ്ങിയ പോലെ ഉണ്ടല്ലേ? തീന്റെ ഇത് കൊണ്ടുപോല നമുക്ക് ഉള്ളോട്ട്
കയറി വെക്കാം. ഇതാ ഇവിടെ ഉണ്ടല്ലോ കുറെ. ഇത് കവുങ്ങ് ഇത് ഇത് മറ്റേ ചെടി അല്ല, ഓർക്കിഡ്, ഗ്രൗണ്ട് ഓർക്കിഡാ? ഗ്രൗണ്ട് ഓർക്കിഡ്. ഇത് മറ്റേ ബറബറ, ജറബറ അല്ലേ? ജറബറ പേരെഴുതി അങ്ങോട്ട് ഇങ്ങോട്ടേക്ക്. അതെ. ഓ, ഇങ്ങോട്ടെല്ലാം എന്തെല്ലോ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം അടീനത്തിന്റെ തയ്യാ? അടീനി അല്ലേ? അടീനിയോ? ഇതെല്ലാം എന്ത് കളറാ? ഇതൊക്കെ കളറാ. ഇത് ഡ്രമ്മില് പെരുത്തി വെച്ചാണ്. ഇത് മാവ്. അപ്പുറത്തെ വണ്ടി ഉണ്ടായിനെങ്കിലും ഇല്ല, കഴിഞ്ഞ കൊല്ലം വെച്ചാണ്. അതെയാ? ഓ, ഇവിടെയും ബഡിങ് പരീക്ഷിക്കുന്നുണ്ട്. വിജയിക്കാത്ത കട്ട് ചെയ്താല് ഞാൻ മുകളിൽ ഡ്രം ഇതായിരുന്നു. പ്ലാവ് 3 മാവും മുകളിൽ വെച്ചിട്ടുണ്ട്. സെറ്റപ്പ് തന്നെയല്ലേ? ഇത് മുന്തിരിയാണ്. ഏത്? അത് 2 ഡ്യൂപ്ലിക്കേറ്റ് വെച്ചാ. പക്ഷേ ഇതിൽ മുന്തിരി ഉണ്ടായിട്ടുണ്ട്. എന്റെ മുകളിലുണ്ട്. ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഉണ്ട്. മുകളിൽ കയറി കാണാൻ വേണ്ടി പറ്റും. നമ്മളൊന്ന് കയറി നോക്കട്ടെ. മുകളിൽ കയറിക്കോ. അങ്ങനെ മുന്തിരിത്തോട്ടത്തിലേക്ക്. ഇത് ഞാൻ വെറുതെ ഇതായിട്ട് വെച്ചാണ്. തപ്പണ്ടി വരും അല്ലേ? അവിടെ കയറിട്ട് നിങ്ങൾ നല്ല ഉണ്ട് ഇടിയുണ്ട്. ഇതാ, ഇത് പക്ഷെ ചെറിയ കോലയാണ്. ഇതെന്നാ ഇത്? പച്ചമുന്തിരിയാ? അല്ല, കറുപ്പാ? കറുപ്പ്. പിന്നെ ഇടിയെല്ലാം ഉണ്ട്. പക്ഷെ ഇതാ ഇടിയതാ എന്താ? ഭയങ്കര ഹാർഡാണല്ലോ. അത് ഭയങ്കര പുളി ഉണ്ടാവും. തിന്നാൻ കഴിയില്ല അല്ലേ? ഇല്ല. ഇത് രാഗംപുള്ളാണ്. ഇതിന്റെ മുകളിൽ 2-3 ഉണ്ടായിരിക്കും. ഉണ്ടായിരുന്നു അതിന്റെ മുകളിൽ 2-3 പറിച്ച കലയിൽ ഇതല്ലേ 2-3 ഉണ്ടായിരുന്നു. പറിച്ചെന്ന് തോന്നല്ലേ? ഇത് പേരക്ക. പേരക്ക നിങ്ങൾ തന്നെയാ? ഇതല്ലേ ഉണ്ട്. ഇതെന്ത് തരം പേരക്ക? സാധാ പേരക്ക അല്ല, ഇത് സാധാ. നമുക്കിനി താഴോട്ടുള്ള കാഴ്ചകളിലേക്ക് പോവാം അല്ലേ? മൊയ്തുക്ക് അതുപോലെ ഒരു ഗ്രൂപ്പിനെ പറ്റി പറയുന്ന കേട്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റിട്ട്. അത് ഞങ്ങൾ 2 ഗ്രൂപ്പ് ഉണ്ട്. 2 ഗ്രൂപ്പിൽ അഡ്മിറ്റ് ആണ് ഞാൻ. ഒന്ന് A to Z, അതാ കുറച്ചും കൂടി മെജോറിറ്റി കൊടുക്കുന്നത്. A to Z ഞാനും ഉണ്ട്. എന്നെ ഒന്ന് നിങ്ങൾ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ രാകേഷ് ഭായി ഉണ്ട് ഒരു ഗൾഫില്. ഒരു രാകേഷ് ഭായി ഉണ്ട്. വേറൊരാളൊരു തൃശ്ശൂരിൽ വേറൊരാളുണ്ട്. അയാൾ സൗദിയിലാണ് ഉള്ളത്. അപ്പോൾ രാകേഷ് ഭായി പല വിത്തും ഗൾഫിൽ നിന്ന് കൊണ്ടുവരും. അത്തി അത് ഇതൊക്കെ വന്നിട്ട് കൊണ്ടുവരും. ഫ്രീ ആയിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ആൾ തലശ്ശേരിയിൽ നിന്ന് തരാനായിട്ട് ഇവിടെ വരും. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് ആൾക്കാരെ എനിക്ക് കവറിങ് അയച്ചാൽ ഞാൻ കവറിലിട്ടിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കും. അത്തി എല്ലാവർക്കും ഏകദേശം ഞങ്ങൾ ആ അത്തിക്ക് ഒരു പുതിയ പേര് ഇട്ട് കൊടുത്തിട്ട് രാകേഷ് അത്തി എന്ന് പറഞ്ഞു. അല്ല, പിന്നെ അതിൻ്റെ അകത്ത് എത്ര ആളുണ്ട്? ഞങ്ങൾ 365 ആൾക്കാരുണ്ട്. വലിയ വലിയ ആൾക്കാരാണ് ഉള്ളത്. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, പ്രൊഫസർമാര്, അങ്ങനെ കണ്ടമാനം. കൃഷിയായി ബന്ധപ്പെട്ട ആരെങ്കിലും എല്ലാവരും ഉണ്ട്. കൃഷിയായിട്ട് കൃഷി ഓഫീസറിലുണ്ടോ? കൃഷി ഓഫീസറൊക്കെ ഉണ്ട്. അതെയാ? അപ്പൊ കൃഷിനെ പറ്റി പഠിച്ചവരും അതിൻ്റെ അകത്തുണ്ട്. പഠിച്ചവരേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും സംശയം ചോദിച്ചാൽ എന്ത് സംശയം ചോദിച്ചില്ലെങ്കിലും അത് മറുപടി കിട്ടും. ആരെങ്കിലും ഒരാൾ മറുപടി പറയും, തരും. അതൊരു വലിയ കാര്യമല്ല അല്ലേ? എന്ത് വേറെ മതപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഒന്നും ഇടാൻ പാടില്ല. അതിലൊന്നും കാര്യമില്ലല്ലോ. അത് ഇടാൻ പാടില്ല, നമ്മൾ ഇടുകയും ചെയ്യില്ല. പിന്നെ അതുകൂടാതെ ഞാൻ വേറൊരു ഗ്രൂപ്പിലും കൂടിയുണ്ട്, ഒരു അടുക്കള തോട്ടം എന്ന് പറഞ്ഞിട്ട്. അത് ഉണ്ടാകാൻ വേണ്ടി കാരണം എന്ന് പറഞ്ഞാല് അതിലുള്ള നല്ല നല്ല ആൾക്കാരൊക്കെ ഞാൻ എന്ത് ചെയ്തു, A to Z ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടാന്ന്. അപ്പൊ ഞാൻ വിളിച്ച് ലാസ്റ്റ് അതിന്റെ അഡ്മിനറും കൂടി ഞാൻ വിളിച്ചു. അപ്പൊ ആളെന്ത് ചെയ്തു, എന്നെയും പിടിച്ച് അഡ്മിനറായിക്കാണ്. അതുകൊണ്ട് അത് ഇന്നും നിലനിന്നിട്ട് പോകുന്നുണ്ട്. പിന്നെ അത് നിങ്ങൾ ആദ്യമേ ഗ്രൂപ്പ് തുടങ്ങുമ്പോ ഉണ്ടോ? അതിന്റെ അകത്ത് ഗ്രൂപ്പ് തുടങ്ങുമ്പോയില്ല, ഒരു തൃശ്ശൂരിലുള്ള ഒരു പാർട്ടിയാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഇതിന് നന്നായിട്ട് ഇതായതുകൊണ്ട് എന്നെ പിടിച്ച് അഡ്മിനറാക്കി. അപ്പോൾ ഞാൻ നമ്മുടെ രാകേഷ് ഭായിനും കൂടി അഡ്മിനറാക്കി. ഇപ്പോൾ സുഖമായിട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. കേരളത്തിൽ കംപ്ലീറ്റ് ആൾക്കാരുണ്ട്. കേരളത്തിൽ കംപ്ലീറ്റ് ഉള്ള ആൾക്കാർ, കാസർഗോഡ് മുതൽ കോഴിക്കോട്, ജാതി മത വർണ്ണവർഗ ഭേദമന്യേ എല്ലാവരും ഉണ്ട്. ഒരു അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ? അടിപൊളിയായിട്ട് തന്നെ പോകുന്നു. നമുക്ക് അടുത്ത കേന്ദ്രത്തിലേക്ക് പോവാം, കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് പോവാ. അങ്ങോട്ടാ?
ആ ചെടീനെ 1 മീറ്റർ ഇട്ട ചെടീനെ ഇങ്ങനെ പടർത്തി വലുതാക്കിയാന്ന് തോന്നല്ലേ ഇത്? ഏത്? നമ്മുടെ ഷുഗറിന്റെ. ഷുഗറിന്റെ. പക്ഷെ ആള് തൈ തരൂല. ഇതിന്റെ കൊമ്പ് കൊണ്ട് മുറിച്ചാട്ടാവൂലേ? ഇത് മുറിച്ചാട്ടാലാവും. പക്ഷേ ഇത് വിലക്ക് വാങ്ങുന്നത് വലിയ പൈസ കൊടുക്കണം. പക്ഷെ ഉറപ്പായിട്ട് ഷുഗർ കുറയും. 500 ഉള്ളവർക്ക്. ഇതൊന്നും നെല്ലിയ? അതിനില്ല, പുതുതായിട്ടാട്ടോ, കഴിഞ്ഞ നട്ടാണ്. പക്ഷേ ഇവിടെ കുറെ നഴ്സറിക്കാർ വന്നിട്ട് പറഞ്ഞ് കണ്ടമാനം കൂടുതലായി പോയി, അതുകൊണ്ടാണ് സാധനം ഇല്ലാണ്ടിരിക്കുന്നതെന്ന്. കാരണം അടുപ്പിച്ചടുപ്പിച്ചായതുകൊണ്ട്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാ? ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതെന്ന സാധനം? ഇത് സ്ട്രോബെറി ഗോവാന്ന് എഴുതിയിട്ടുണ്ട്. സ്ട്രോബെറി പേരക്ക. ചെറിയ ഇത് ചെറിയ 4-5 സൈസ് ഉണ്ട്. ഇത് നല്ല മധുരമുള്ള സാധനമാണ്. സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും. സ്റ്റാർ ഫ്രൂട്ട് നല്ല മധുരമുള്ള അത്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലിച്ചി അല്ലേ? ഇത് ലിച്ചി ഉണ്ടാവില്ല. ലിച്ചി ഉണ്ടാവില്ല. ഇതെന്നാ മൾബറിയാ? ഇത് മൾബറി. ഇതുണ്ട്, ഇതിലുണ്ടാവും. ഇത് ചെറുതാണ്. പിന്നെ ഇതാണ് എലിഫന്റ് ആപ്പിൾ. ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ 2-3 കൊടുപ്പിക്കോ ഒന്ന് കറി വെക്കാൻ വേണ്ടിട്ട്. അതാണ് അടിപൊളി സാധനം കേട്ടാ. മൊയ്തുക്ക, നമ്മൾ വന്ന് കേരിപാട് ചെടിമേലേക്ക് ചാടി വീണ് കളഞ്ഞ്. നിങ്ങളെ കുടുംബത്തിനെ പറ്റിയും ഒന്നും ചോദിക്കാൻ പറ്റില്ല. വീട്ടില് ആരെല്ലാം എങ്ങനെയുള്ള ആ കുടുംബത്തിനെ പറ്റിയൊന്നും വിശദീകരിക്കാൻ പറ്റുമോ? ഇവിടെ ഇപ്പൊ ഉള്ളത് ഞാനും വൈഫിന്റെ ഉമ്മയും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഗൾഫിലാണ്. എത്ര മക്കളുണ്ട്? എനിക്ക് 4 ആണും 1 പെണ്ണുള്ളു. എല്ലാരും. മോള് എവിടെയാ കല്യാണം കഴിച്ചോണ്ട് പോയി? മോള് പള്ളിപ്പുറാണ്. അവരിങ്ങ് വരത്തില്ലേ? പക്ഷെ അവരും ഗൾഫിലാണ്. എല്ലാരും ഗൾഫിലാണ് ഉള്ളത്. സ്കൂൾ കൂട്ടിയപ്പോ എല്ലാരും ഇങ്ങോട്ട് വരും. നമ്മളെ സിനിമയെല്ലാം കാണുന്ന പോലെ സ്കൂൾ വിട്ട സമയത്ത് ഇവിടെ വന്നിട്ട് ആഘോഷമായിരിക്കും അല്ലേ? അത് നല്ലതന്നെ. പിന്നെ കൂടാതെ പറഞ്ഞാല് ഞാൻ ഇല്ലാത്തപ്പോ, ഞാൻ ആദ്യം ഗൾഫിലായിരുന്നു. ഞാൻ ഇല്ലാത്തപ്പോ വൈഫ് ഇതൊക്കെ നന്നായിട്ട് നോക്കലുണ്ട്. ഞാൻ വന്നതിന് ശേഷം അവള് ഇതായിട്ട് മക്കൾക്ക് കൊടുത്തേക്കാൻ വേണ്ടിട്ട് ഈ സ്റ്റാർ ഫ്രൂട്ട് അതും ഇതൊക്കെ പറിച്ചിട്ട് എന്തൊക്കെ തിന്നാൻ പറ്റുന്നത് അതൊക്കെ പറിച്ചു കൊടുത്തേക്കും. അത് ഭയങ്കര ഉത്സാഹമായിരുന്നു. ചാമ്പക്ക ആണെങ്കിൽ ശരി കൊല്ലത്തിലൊരു 300-400 കിലോ ഉണ്ടാവും. ചാമ്പക്ക വേറൊരു കാര്യം കൂടി കേട്ടല്ലോ, നിങ്ങൾ വെറൈറ്റി ചാമ്പക്കകൾ കുറെ ഉണ്ട്. ഇത് പച്ച ചാമ്പ. സാധാരണ നമ്മളെല്ലാം ചോപ്പ് ചാമ്പയല്ല കണ്ടിട്ടില്ല. ചോപ്പ്, ഇത് പച്ച, വെള്ളയുണ്ട്. 3 തരം ചാമ്പക്ക 3 തരം എൻ്റെ അടുത്തുണ്ട്. അടിപൊളി. പിന്നെ ഇത് ഇപ്രാവശ്യം പൂത്തിട്ട്, കഴിഞ്ഞ പ്രാവശ്യം പൂത്തിന്, ഇപ്രാവശ്യം പൂത്തിട്ടുണ്ട്. ഇതെന്താ വരാ? ഇത് എന്ന് പറഞ്ഞാല് ലക്കോട്ട എന്ന് പറഞ്ഞ സാധനമാണ്. ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് നട്ടത്. ഇത് ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് നട്ടതാണ്. പക്ഷെ ഇത് പൂത്തിട്ടുണ്ട് ഇപ്രാവശ്യം. പൂത്തിട്ടുണ്ടല്ലേ? ഇത് പൂത്തിട്ടുണ്ട്. ഇത് മറ്റേ ഇതാണ്, മറ്റേ ക്യാൻസറിന് ഇതാകുന്ന മുള്ളാത്തി. ഇതിനെപ്പറ്റിയെല്ലാം നിങ്ങള് പിന്നെ എവിടെയെങ്കിലും പോയി പഠിച്ചിട്ടുണ്ടോ? ഒന്നും പഠിച്ചില്ല. യൂട്യൂബിൽ നോക്കിയിട്ട് ഇങ്ങനെ കൃഷിനെ പറ്റി ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഈ മരങ്ങളെ പേരെല്ലാം പിന്നെ നിങ്ങൾ എവിടുന്ന കണ്ടുപിടിച്ചത്? ഓരോന്നോരോന്ന് ഇതന്നെ. ഈ മറ്റേ എലിഫന്റ് ആപ്പിൾ ഉണ്ടല്ലോ, ഒരു നഴ്സറി പോയപ്പോ അവിടുന്ന് പറഞ്ഞ് അവർക്കറിയില്ല എന്താണ്. പക്ഷെ നല്ല രസമുള്ള ഇല. ഞാനിത് 100 രൂപയ്ക്ക് വാങ്ങിയതാ. ഈ എലിഫന്റ് ആപ്പിളിന് എന്താ പ്രത്യേകത ഉള്ളത്? എലിഫന്റ് ആപ്പിളിനുള്ള പ്രത്യേകത ആനക്ക് ഭയങ്കര ഇഷ്ടമാവുമല്ലോ. മീൻകറി വെക്കാനും പറ്റും. പക്ഷെ വീട്ടിൽ നിന്ന് ആരും വെക്കൂല. കാരണം പറയുമ്പോ ഇത് ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ അത് അതേപോലെ ഷോപ്പിൽ ഷോപ്പിൽ 200 രൂപയ്ക്ക് വെക്കുകയാണെങ്കിൽ അവര് പൈസ കൊടുത്ത് വാങ്ങും. അതുറപ്പാ. അത് 500 മേടിക്കും. അത് എത്രയാലും വാങ്ങും. പക്ഷെ ഇവര് വാങ്ങാനില്ല. ഞാൻ നിങ്ങൾക്ക് പറിച്ചു തരാം, നിങ്ങൾ കൊടുപ്പിട്ട് വെച്ചോ. എന്താണ് അവസ്ഥ നോക്കിയാ? അവിടെ എന്തോന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ, അതെന്ന സാധനം? അതാ ഒരു സീതാപ്പഴത്തിന്റെ മോഡൽ സാധനം. മുള്ളൻ ചക്ക. എന്തെന്നാ ഇത്? അത് മുള്ളൻ ചക്ക. അത് ചീത്ത, മുള്ളൻ ചക്കയാണത്. ഇതും കഴിക്കാൻ പറ്റുന്ന തന്നെയാ? ആ മുള്ളൻ ചക്ക ഇതായിട്ട് ക്യാൻസർ ആ സാധനം തന്നെ ഇത്. അത് കുറേയുണ്ട്. ഇപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇതൊക്കെ അസറോറ ചെറിയായത് ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നാ ഇത് അസറോറ ചെറി.
ഓ ഇതിലും നിങ്ങൾ പരീക്ഷണം നടത്തിയിട്ടുണ്ടോ അല്ലേ? ഇത് വിജയിച്ചെന്ന് തോന്നുന്നല്ലോ. ഇത് വിജയിച്ച ലക്ഷണം കാണുന്നത്. ഇതൊന്ന് എയർ മറ്റേ ഇതാ എന്നേനും ഇത് എനിക്കൊന്ന് പേരെന്തറിയാം. ഇതാകുമ്പോ ഇവിടുന്ന് കട്ട് ചെയ്തിട്ടാണ് എയർ ക്രാഫ്റ്റിംഗ്. ഇത് എയർ ക്രാഫ്റ്റിംഗ്. അതെ, അതിയുടെ പേര് വന്നിട്ട് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് എയർ ക്രാഫ്റ്റിംഗ്. പിന്നെ നേരെ മുമ്പിൽ 2 ഇതുണ്ട്, ബീറാപ്പിള്. ഓ ഇത് ആമ്പലല്ലേ? ഇത് ആമ്പല്. ഇതല്ലേ ഇത് ആമ്പല്. അത് രണ്ടും മാറ്റം ഉണ്ടല്ലേ കളറ്? ഇത് താമര. താമരയാ? ഇത് താമര. താമര വിരിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും താമര വിരിഞ്ഞിട്ടുണ്ട്. ഇത് ആമ്പല്. ഇത് ആമ്പല്, ഇത് താമര. എന്നാ രസമല്ലേ കാണേ? ഈ ചെക്കിപ്പൂ നല്ല രസമുണ്ടല്ലോ കാണേ, മനോഹരമായ ചെക്കിയല്ലേ? അത് വെള്ളയുണ്ട്. ഇതിന്റെ വെള്ളയുണ്ട്. ഈ ഓർക്കിഡുകളൊന്നും ഈ മഴക്കാലത്ത് പോവില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ഇപ്പൊ ഇതായിട്ടില്ല. ഇതാ കളറുണ്ട്, മഞ്ഞ, വെള്ള, ചുവപ്പ് എല്ലാ കളറും ഉണ്ട്. മൊയ്തുക്ക, ഒരു ദിവസം നിങ്ങൾ ഈ ചെടികളെയും മരങ്ങളെല്ലാം കൂടെ എത്ര മണിക്കൂർ ചെലവഴിക്കും? ഞാൻ ഏകദേശം ഒരു 2-3 മണിക്കൂർ എന്തായാലും ചെലവഴിക്കും. എന്തായാലും ഇത് ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് വലുതായി ഞാൻ ഗേറ്റിന് പുറത്തോട്ട് ഇടും. ഏത്? എല്ലാ ചെടിയും. അപ്പൊ ആൾക്കാർ എടുത്തു കൊടുക്കും. ഇതെല്ലാം ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണോ അതോ? അല്ല, ഇത് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ മറ്റുള്ള അതിന് ശേഷമുള്ള പണിയൊക്കെ ഞാൻ തന്നെയാണ്. ഇതിൽ മീനുണ്ടോ? ആ, മീനുണ്ട്. എങ്ങനത്തെ മീന്? ചെറിയ ഗപ്പി പോലത്തെ അല്ലെങ്കിൽ വലിയ മീനുണ്ടോ? വലുതില്ല, ഒന്നുണ്ട്. അപ്പുറമുണ്ട് ഒരു വെള്ള മീനുണ്ട്, 14 കൊല്ലത്തെ പ്രായമുള്ള. അത് 14 ഉള്ളിൽ വെച്ചാണ് അത് എടുത്തിട്ട് പുറത്തിട്ട. ഇതെല്ലാം എന്നാ മരം? ഇതൊരു ചെറിയാണ്. ഇതൊരു ചെറിയാണ്. ഇത് മറ്റേ ഉറുമാമ്പഴമാണ്. പക്ഷെ ഞാൻ ഇത് വില കൊടുത്ത് വാങ്ങിയത് കൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. 5ത്തിന്റെ അടുത്തുണ്ട്. അപ്പുറത്തുണ്ട്. അവിടെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അവിടെ നമ്മൾ പണിക്കുവാരൊന്ന് പറിച്ചു കുഴപ്പമില്ലല്ലോ. ഇല്ല. പിന്നെ ഈ മുളക് ഉണ്ടല്ലോ, മുളക് കംപ്ലീറ്റ് ഇതിന്റെ മുളക് കയറ്റാൻ വേണ്ടി പറ്റും. ഇതിന്റെ അപ്പുറം ഉള്ളത് ഇതാണ് റാഗ് ഫുഡ് എന്ന് പറയുന്നത്, സ്വർഗത്തിലെ കനി എന്ന് പറഞ്ഞ സാധനമാണ്. അതെയാ? ഇത് എന്നാ സാധനം? ഇത് ഇസ്രയേൽ നത്തിയാണ്. പക്ഷെ ഇസ്രയേൽ നത്തിയല്ല, ഇറാനിയൻ നത്തി. പക്ഷെ ഇത് നമ്മൾ ഗ്രൂപ്പിൽ ഒരാൾ പറഞ്ഞ കട്ട് ചെയ്താലെന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്താ പിന്നെയും ഇതായതാ. എന്നിട്ട് ഞാൻ ബഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, വിജയിച്ചിട്ടില്ല. കുറെ പ്രാവശ്യം ചെയ്താലാവും. എന്താ ഇതിന്റെ പേരെന്നാ? ഇതിന്റെ എനിക്ക് പേരൊന്നും അറിയില്ല. അതിൽ നിറച്ചും പിരിഞ്ഞ നല്ല രസമുണ്ട്. ഇതും കമ്പാട്ട ചെയ്യുന്ന. അതെയാ? ഇതും വള്ളിച്ചെടി ആയിട്ടുള്ളേ? ഇതും വള്ളിച്ചെടി. ഇത് കട്ട് ചെയ്തില്ലെങ്കിലും പൂവില്ല. ഇത് കട്ട് കമ്പ് കെട്ടാൽ ഇതാവും. ഓ, ഇവിടെ ഇതുണ്ടല്ലേ നമ്മളെ പെട്രിയ, അതിന് പൂ വിരിയലുണ്ടാ? അത് ഞങ്ങള് ഗ്രൂപ്പിലുള്ളൊരു ഉമ്മർ മാഷുണ്ട്, അവര് തന്നെയാണ്. ആള് പ്രൊഫസറാണ്, റിട്ടയർഡ് ആയിട്ട് ഇതാണ് ചെറിയ ബിസിനസ് ഉണ്ട്. ഇതൊക്കെ ഈ കഴിഞ്ഞ് എത്ര വർഷമായി? ഇത് എന്റെ 8 കൊല്ലമായി. 8 കൊല്ലമായി. ഇതിങ്ങനെ ഇതായിട്ട് വരുന്നത്, ഓർമ്മിച്ച് വരുന്നത്, ഇതായിട്ട് നല്ല രസമായിട്ട് വരുന്നതാണ്. അവിടെ പേരൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറം ഇതുണ്ട്, ബീറാപ്പിള്. ആ മരം, അത് മരം തന്നെയല്ല സിമെന്റ് ഉണ്ടാക്കിയതാ? ഏത്? അതിന്റെ അപ്പുറത്തെ അത് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയ. അപ്പൊ പണ്ട് ഗൾഫിലുള്ളപ്പോൾ ഞാൻ 2 മാസം ലീവിൽ വരും, 1.5 ഉള്ള പണിയെല്ലാം എടുപ്പിക്കും, കുറെ ചെടിയും വാങ്ങും, വിറ്റ് ഞാനങ്ങ് പോകും. ഇതൊക്കെ ആ കാണുന്ന കള്ളിമുൾ ചെടി പോലത്തെ അതൊരു ചെടിയാണ്. അത് ഇതാ കണ്ടമാനുണ്ട് ഇവിടെ. അത് നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടാകുന്ന തന്നെ അല്ലേ? ഇത് കള്ളിമുൾ ചെടിന്റെ ഏരിയ തോന്നുന്നു അല്ലേ? അതങ്ങനെയില്ല. അല്ല, ഇവത്തെ കുറെ വെറൈറ്റി അറേബ്യൻ മുല്ലയാണ്. എനിക്ക് ഒരു ആള് കൊടുത്തയച്ചാണ്. ഒരു ഫാദർ ഉണ്ട് നമ്മളെ ഗ്രൂപ്പില്, അവരെ എനിക്ക് കൊടുത്തയച്ചത്. എവിടുന്ന്? തൃശ്ശൂരിന്ന്. ഇത് ഇതാ ഓൾ സീസൺ മാവാ. ഇത് എല്ലാ സീസണിലും ഉണ്ടാവും. ഇത് കൊല്ലത്തിൽ 3-4 പ്രാവശ്യം പറിക്കണ്ട. പഴുത്തിട്ടില്ല കേട്ടാ,
കുറച്ചും കൂടി വെച്ചാൽ പഴുത്തിരി വന്നേനു. പഴുത്താൽ അത്ര രസം ഉണ്ടാവില്ല. മാങ്ങ അരച്ച് അതേപോലെ ഇത് മലബാർ നട്ട്സ് എന്ന് പറഞ്ഞ സാധനം. നല്ല ചെമ്മീൻ കറി വെക്കാം അതിനെ കൊണ്ട്. മാങ്ങ അരച്ച് ഇത് മറ്റേ ഇതാണ് പിങ്കാരപ്പള്ളി മാങ്ങ. 1.5 കിലോ 2 കിലോ ഉണ്ടാവും ഒരു മാങ്ങ. ഇപ്രാവശ്യം വെറും കണ്ടമാനം 10, 25, 10, 50 ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഇപ്പുറത്തേത് മറ്റേ ഇതാണ്. ഇത് നല്ല മണമുണ്ട് കേട്ടോ മാങ്ങ. ഈ പൂവിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഒരു പ്രത്യേകത അതിന്റെ മേലെ ഒരു എതളിന്റെ മേലെ ഒരു നല്ലൊരു ഡിസൈൻ വന്ന് കിടക്കുന്ന എല്ലാ പൂവിന്റെ ഓരോ എതളുമ്മല്. ഇതിലേക്ക് കായ ഉണ്ടായിട്ടില്ല. മൾബറി അല്ലേ? മൾബറി. ഇത് ചെറിയ മൾബറി 6-7 ഉണ്ടെങ്കിൽ ജ്യൂസ് അടിക്കാം. അത് അവക്കാടോ അല്ലേ? ഇത് അവക്കാട്. അത് എടുത്താ അവക്കാട് ഇത് ഒന്നിച്ചിട്ട് വേറൊന്നുണ്ടായിരുന്നു. അത് കണ്ടമാനം ഇതുണ്ടായിട്ടുണ്ടായി. ഇത് അവക്കാടോ അല്ലേ? ഇതുമേൽ ഉണ്ടായിട്ടുണ്ടോ? ഇത്ര ഇല്ല. അതെയാ, ഇതിന് ഒന്നിച്ചിട്ട് ഉള്ള ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇത് നിങ്ങള് ബഡ്ഡിങ് ചെയ്ത സാധനം മേടിച്ചാണോ അതോ നിങ്ങളുടെ കുരുവ? എന്റെ മോൻ വാങ്ങിയതാണ്. അവൻ എന്ത് വഡ്ഡി ചെയ്താണോ എന്താന്ന് പറയില്ല. ഒരു 3 കൊല്ലം മുമ്പ് സാധനം ഉണ്ടായിട്ടുണ്ട്. കൊറേ ഉണ്ടായിന്. ഇതല്ല ഇതിന്റെ വേറൊന്ന്. അതിൽ കണ്ടമാനം ഉണ്ടായിരുന്നു. അത് കാറ്റിന് ഒടിഞ്ഞു കൊണ്ട് ഇനി മഞ്ഞ വിളിക്കണേ. ഇതൊക്കെ ചെടികളെയും പിന്നെ പഴവർഗ മരങ്ങളെയും പോലെ തന്നെ നിങ്ങൾ പക്ഷികളെയും സ്നേഹിക്കുന്നുണ്ടല്ലോ. പക്ഷിയുണ്ട്. ഇതാ ഇവിടെയുള്ള പക്ഷിയുണ്ട്. പ്രാവ് 5-6 ഉണ്ട്. പക്ഷെ അത് പോയിട്ട് പിന്നെ വന്നിട്ടില്ല. അതെയോ? അത് ആരോ പിടിച്ച് ഇതാക്കി കളഞ്ഞു. മെരിക്കുള്ളുകൊണ്ട് ഇറങ്ങി പിടിച്ചു വെച്ചിട്ടുണ്ടോ അല്ലേ? ഇത് 4 ഉള്ളൂ? അല്ലല്ല 10 ഉണ്ട്. ലവേഴ്സ് 10 ഉണ്ട്. പിന്നെ 4 ഇതുണ്ടായിരുന്നു ആഫ്രിക്കൻ ബേർഡ്സ്. അത് എങ്ങനെയാ ഒരു കുട്ടികളുണ്ട് ഇവിടെ വന്നിട്ട് തുറന്നളി കഴിഞ്ഞ സംശയമുണ്ട്. അതെയാ? അത് കാണാണ്ടായി. ഓ, പക്ഷെ ഇതിനൊന്നും തീറ്റ കൊടുത്തിട്ട് പോറ്റാൻ വേണ്ടി പറ്റില്ല. അതെ, ഭയങ്കര ഇതല്ലേ. നമ്മളെ കാറ്റ്സ് ഗ്രോ അല്ലേ ഇത്? അതെ. നല്ല രസമുണ്ടല്ലോ അല്ലേ? ഈ കഴിഞ്ഞ വർഷത്തെ ഇതിന് നല്ല പൂവുണ്ടായിരുന്നു അതിന്? ഇല്ല, ഇതിപ്പോ 1.5 കൊല്ലമായിട്ടുണ്ടായിട്ടില്ല. അതെയാ? ഇനിയപ്പോ ഇക്കൊല്ലം നല്ല പൂവുണ്ടാവും കേട്ടോ. മഴയാണ്ട് ഒറ്റ പൂവ്. ഇനിയിപ്പോ നിറച്ച് പൂവുണ്ടാവും. നല്ല രസമുള്ള ഇതായത് വെട്ടി ഒതുക്കി വെച്ചാല് നല്ല അടിപൊളിയായിട്ട് നിൽക്കും. ഓ, ഇതിന്റെ ഉള്ളിലും ഉണ്ടല്ലേ ചെടി ശേഖരം? വെറുതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ. ഓർക്കിഡുകൾ ഇതെല്ലാം വേറെ തരം ഓർക്കിഡുകളാ ഇതിൽ കാണുന്നതെല്ലാം? ആയിരിക്കാം, കാരണം ഞാനിത് വാങ്ങിയിട്ട് പൂവുണ്ടായിട്ടില്ല. ഇപ്പൊ 2 എണ്ണത്തിനെ പൂവുണ്ടായിട്ടുള്ളൂ. ഇതിന്റെ മേലെ പൂവുണ്ടായതാ? പൂ വിരിഞ്ഞില്ല അല്ലേ? ഇല്ല. ഇതിന് എന്താന്ന് ചെയ്യേണ്ടത്? ഒന്നുമില്ല, വെള്ളം അങ്ങനെ എല്ലാ ദിവസവും നോക്കണ്ടല്ലോ. വേണ്ട. ഒക്കെ ചാണപ്പൊടി തന്നെയാണ്. ചാണപ്പൊടിയാ? ഓട്ടും കഷ്ണം ഇതെല്ലാം കഷ്ണം ഇതെല്ലാം ഇതാക്കല്. അതാ മീൻ. ഇതാ 2 മീനും ഉണ്ടല്ലോ ഇവിടെ. ആ പക്ഷി കൂടാണ്ട് മീനും ഉണ്ടല്ലേ ഇവിടെ. എന്നാ ഇതിന്റെ പേര് ഷാർക്കാ? ഇത് ഷാർക്കാ. ഇത് 2-3 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അപ്പുറം ഉണ്ട് ഒരു 14 വയസ്സുള്ള. അത് ഇതാകുമ്പോൾ കലക്കി കളിയത്. ഇതാണ് ഞങ്ങളെ അത്തി. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരു അഡ്മിനുണ്ട്, രാകേഷ് ഭായി എന്ന് പറഞ്ഞിട്ട്. നേരത്തെ പറഞ്ഞല്ലേ? അവർ കൊണ്ടാണ് ഇത്. വിത്ത് കൊണ്ടുവന്നിട്ട് മുളപ്പിച്ച? അല്ല, ഇത്ര കഷ്ണം. ഈ കഷ്ണം കൊണ്ടായിട്ട് ഇതാക്കിയത്. പക്ഷെ എനിക്ക് മാത്രം ഉണ്ടാവില്ല. ഇത് നമ്മളെ ഗ്രൂപ്പിലുള്ള സജന എന്ന് പറഞ്ഞത് കായ ഉണ്ടായി എനിക്ക് തന്നാണ്. പക്ഷെ ഇവിടെ കൊണ്ടാണ്ട് നോക്കുമ്പോൾ കായ അങ്ങ് വീണുപോയി. പിന്നെ ഇതാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. ഇതാണ് നമ്മൾ കാണേണ്ടത്. ചെമ്പരത്തിയിൽ ഒരു 20 എണ്ണം ഞാൻ ബഡ് ചെയ്തിട്ടുണ്ട്. 20 വെറൈറ്റി ചെമ്പരത്തി? 20 6-7 വെറൈറ്റികളില്. പക്ഷെ 20 സൈസ് ബഡ് ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇവിടെ തന്നെ ഉണ്ട്. അതേപോലെ 12 ഇവിടെ ഉണ്ട്. 10 തന്നെ ഉണ്ട്. ഇത് ഹൈബ്രിഡ് വരെ ഉണ്ടാകുന്നുണ്ട്. മുട്ട ഇത് മഞ്ഞ ഹൈബ്രിഡ്. ഇത് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്. ഇതോ റോസും അങ്ങനെ ബഡ് ചെയ്ത്? റോസ് 3 എണ്ണം ബഡ് ചെയ്ത് 3 വിജയിച്ചു. വിജയിച്ചോണ്ടല്ലോ തെമ്പ് വരുന്നല്ലേ? വിജയിച്ചത് ഇങ്ങനെ കവർ കെട്ടി കൊടുക്കണം. ഏത് തിരി വരുന്നതിന്? അല്ല,
ഇത് നമ്മൾ ബഡ് ചെയ്തിട്ട് ഇതിങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് 2 മാസം കഴിഞ്ഞതിന് ശേഷം ഇത് കഴിക്കാൻ പാടുള്ളൂ. അപ്പോ പിന്നെ ഇത് നിങ്ങളായിരുന്നു പഠിച്ചത് ബഡിങ്? ഇങ്ങനെ യൂട്യൂബിലും നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഒരാളുണ്ട് റംസാന്ന് പറഞ്ഞിട്ട്, ആള് പറഞ്ഞു 10 ചെയ്തെങ്കിൽ 4 വിജയിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പൊ അതിൽ കൂടുതൽ വിജയിച്ചിട്ടുണ്ടല്ലോ? അല്ല, അത് കുറേ നോക്കിയല്ലോ. ഭാഗ്യത്തിനായി പോന്നെയാ? ഭാഗ്യത്തിനായി പോന്നു. അതെയാ. ഇതെന്ന സാധനം ഈ പൂ ഇങ്ങനെ പോയിരുന്നു അല്ലേ? ഇത് ഒരു പൂവാണ്. അതിന്റെ പേരെന്നാ അറിയാം? പേരൊന്നും എനിക്കറിയില്ല. പിന്നെ അതിനുള്ളിൽ അത് നമ്മളെ ആത്തച്ചക്കല്ലേ ആ കാണുന്നേ? ഇത് ആത്തച്ചക്ക. ഇത് ഫ്രാൻസിന്റെ ഔക്കാട്. അപ്പറുണ്ട് മറ്റേ ബ്ലാക്ക്ബെറി ജാം എന്ന് പറഞ്ഞ സാധനം. അവിടെ ബർബറ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതിനും കായ ഉണ്ടായിട്ടുണ്ട്. ബറബറയാ? പിന്നെ ബാക്കിയൊക്കെ ഇതിന്റെ മുകളിലാണ് ഉള്ളത്. പച്ചക്കറി സാധനങ്ങളൊക്കെ അതിന്റെ മുകളിലാണ് ഉള്ളത്. ഇത് മുന്തിരി. അതപ്പുറം കണ്ട ഇത് മുന്തിരി സെയിമാ? സെയിം മുന്തിരി. ഇമെയിൽ ഉണ്ടായിട്ടുണ്ടാ? ഇമെയിൽ ഉണ്ടായിനാ? ഇതിന്റെ മുഴുവൻ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ? ഇത് കായ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതാക്കിയിട്ട് ഏതാ ഇത് മീനും ഇതിലാക്കിയിട്ട് അങ്ങനെ വെച്ചാണ്. മീനുണ്ട് അതിനകത്ത്? ചെറിയ മീനുണ്ടാവും. ഗപ്പിയല്ലേ? മീനിൽ ഇടാണ്ടിരിക്കാനും പറ്റൂല, കൊതുക് വരും. പാഷൻ ഫ്രൂട്ടാ ഇത്? ഇത് 3 സീസ് പാഷൻ ഫ്രൂട്ടിന്റെ നട്ടാണ്. കോഴി ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ വൈഫിന്റെ വക ഭയങ്കര ഇതുകൊണ്ട് ഒരു 17 കോഴിനെ ഒന്നിച്ചിട്ട് കുറുക്കൻ പിടിച്ചറിഞ്ഞു. കാരണം ഇത് ഞാൻ മര്യാദക്ക് പൂട്ടിയിട്ടില്ല. ഇതെങ്ങനെങ്കിലും പോകാൻ വേണ്ടിട്ട് നേരത്തെ 3 മണിക്കൂർ ഇതിനെല്ലാം ചെലവഴിക്കുന്നത്. ഈ പച്ചക്കറിക്ക് അടക്കം 3 മണിക്കൂർ ചെലവഴിക്കുന്നുള്ളൂ. പച്ചക്കറിക്ക് ഉള്ള വളം ചാണകപ്പൊടി ഉണ്ട്. ഇത് ഇന്നലെ മറ്റേ ഇതുണ്ടല്ലോ മരക്കേങ്ങ്. അത് ആ മരക്കേങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് പൊളിച്ചിട്ട് ഇതാക്കിയെങ്കിൽ മഞ്ഞ കളറാ ഉണ്ടാകുക. മഞ്ഞ കളറാണ് മരക്കേങ്ങ? മഞ്ഞ. ആ മഞ്ഞ ഇടണ്ട, മഞ്ഞ തന്നെ വരും. ഇത് മകള് സ്ഥലമാണ്, മകള് വാങ്ങിയതാണ്. ഇവിടെ പേരത്തയ്യല്ല നിങ്ങൾ നട്ടുപിടിപ്പിച്ചാണോ അതോ? അല്ല, ഇതൊക്കെ നട്ടാണ്. അവിടെ കണ്ടമാനം മുളച്ചിട്ടുണ്ട്. സപ്പോർട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. സപ്പോർട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ചിക്കൻ ഷേക്ക് അടിക്കാം അല്ലേ? ഇത് പേരൊക്കെ ഏതാ? ഇത് പേരാ. അതിന്റെ ഇല ഇങ്ങനെ ഡിസൈൻ അത് വെരിഗേറ്റഡ് ആണല്ലോ. വെരിഗേറ്റഡ് പേര തന്നെ വരാ. അതൊക്കെ ചെറിയ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. താഴട്ടതാ. ഇത് നമ്മളെ ഇതേപോലത്തെ ബോഗൻവില്ല ഇറങ്ങിന്നു. ആ ടൈപ്പ് സാധനം ഇത്. അത് ഇതിന്റെ പേര് അങ്ങനെയാണ്. പേര 4 സൈസ് ഉണ്ട്. ഒന്ന് മുമ്പിലുണ്ട്. ഇത് കൊടംപുളി. ഇത് മലീന പുളി എന്ന് പറയുന്ന സാധനം. ചെമ്മീൻ മലീനപ്പുളിയാ? ഇത് പുളി തന്നെയാ സാധനം? അതെ, മലീന പുളി. അത് ഉണ്ടായിട്ടില്ല. മല്ലിയിലുള്ളതാ ആയിരിക്കാം, ഫിലിപ്പീൻ്റെ ആയിരിക്കും. മലീനപ്പുളി എന്നാണ് ഇതിന് പേര് പറയുന്നത്. മനിലപ്പുളി. ഇതുപോലത്തെ സാധനം പണ്ട് നമ്മളെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഈ സെയിം മരം. ഇത് എന്തെന്നാ മരമായിട്ട് വയ്യ കൊത്തിക്കളഞ്ഞു, വലിയ മരമായിന്. ഇത് ബനാന സപ്പോർട്ടാ. അന്നാ ബനാന പോലെ ഉണ്ടായിരുന്നു, നീളത്തിലുണ്ടായിരുന്നു. കയ്യിൽ ഒന്നുണ്ടായിന്, പിന്നെ ഉണ്ടായിട്ടില്ല. ഇത് കൃഷിഭവനിൽ കിട്ടിയ വാഴയാന്ന് തോന്നുന്നല്ലോ. കൃഷിഭവനിൽ 1-2 കിട്ടിയിട്ടുണ്ട്. ചായ മീൻസ് അല്ലേ അത്? ചായ മീൻസ്. അത് നല്ല സാധനമാണ് ഇത്. പക്ഷെ അത് വെള്ളം ചൂടാക്കിയിട്ട് കുറച്ച് വിഷം ഉണ്ടാവും. വറുത്ത് തിന്നാന്ന് കുറച്ച് വിഷം ഉണ്ടാവും. അത് ചൂടാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കളയണം. അങ്ങനെയുണ്ടാ? ഇതൊരു ടിക്ടോക്ക് നാട്ടാണ്, എന്തോ ഒരു പേരുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്ത് പോയിട്ട് എല്ലാവരും പോയി പോയതാ, 2ാമത് വരുന്നുണ്ട്. എന്നാ ഒരു ടിക്ടോക്കാ? എന്തോ ഒരു പേരുണ്ട്. എനിക്ക് ഇത്രപാട് സാധനം ഉണ്ടാവും, വേറെ കിട്ടാനാ പേര്. ഇത് ബഡ് ചെയ്താണ്. ഇത് വിജയിച്ചു. ഇത് ബഡ് ചെയ്താണ്. ബഡ് ചെയ്ത് വിജയിച്ചല്ലേ? ഇത് വിജയിച്ചു. അതും വിജയിച്ചല്ലോ. ഇതും ഇതായിട്ടുണ്ട്. അല്ല, അത് തേമ്പ് വരുന്നുണ്ട്. അവിടെ ഇതുവരാണെങ്കിൽ ഇത് പോയി തോന്നുന്നു അല്ലേ? ഇത് പോയിന്.
ഈ മാവിനെല്ലാം നിങ്ങൾ ബഡ് ചെയ്യുന്നില്ലേ? ഈ കവറിട്ട് കൊടുക്കണം. അല്ല, ഈ മാവിന് നിങ്ങൾ ഏത് സാധനം എടുത്തിട്ടാ ബഡ് ചെയ്യുന്നത്? ഏത് മാവിൻ്റെതാ? ഏത് മാവിൻ്റെ ഇത്ര കഷ്ടം മതി. ഏത് മാവിൻ്റെ? ഏത് മാവിൻ്റെ? നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മാവിൻ്റെ ഏത് മാവും ഏതും ചെയ്യാം. ചെമ്പരത്തി മേലുള്ള അപ്പൊ നമ്മൾ പരീക്ഷ നടത്തി നോക്കണം. ഇൻട്രസ്റ്റ് ആണ്, രസമാണ്. ഇതിന്റെ പേര് ഇതെന്നാ സാധനം? ഇത് മറ്റേ കാശ്മീരിലുണ്ടാകുന്ന സാധനമാണിത്. ഫുള്ള് മുള്ളാണല്ലോ. കാശ്മീരിലുണ്ടാകുന്നത്. ഇതിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സംഭവം തന്നെ അല്ലേ? ഇത് നമ്മള് ഇവന്റെ അടുത്ത് വാങ്ങിയ ചാമ്പക്കയാണ്. ചാമ്പക്ക അൻവറിന്റെ അടുത്ത്. അവർക്ക് ഇതെന്നാ സാധനം? കുമ്പളങ്ങ, നരകുമ്പളങ്ങ. ഉണ്ടായിനാ? ഓ ഉണ്ടായി, കഴിഞ്ഞിട്ടുണ്ടായി. ഇത് കംപ്ലീറ്റ് പോയിട്ട് രണ്ടാമത് ഇതാക്കിയതാ. അതെയാ? എല്ലാം കൊണ്ടും ഒരു A to Z തന്നെ ഉണ്ട് ഇവിടെ സാധനം അല്ലേ? ചെടിയായാലും പഴവർഗ്ഗങ്ങളെ മരങ്ങളായാലും. ഞാൻ ഇവിടെ വന്നാൽ എല്ലാവർക്കും ഇതാ കൊടുക്കല്. ഇത് ജ്യൂസാക്കിയിട്ടാ കൊടുക്കല്. എന്നെ മണ്ണിൽ എന്നത് പുതിനയാ? പുതിനല്ലേ, ഇതൊന്ന് മണത്തോക്കെ. നല്ല ഇതുപോലെ ഉണ്ടല്ലോ വിക്സ്. വിക്സ് തന്നെ നമ്മൾ പണ്ട് വിക്സ് മുട്ടായി മേടിച്ചിരുന്നില്ല? അതന്നെ. ഇതിപ്പോ ഇതായിട്ട് കംപ്ലീറ്റ് പോയി, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഉണ്ടാകുന്ന. ഇത് ഇതെന്തിനാ ഉപയോഗിക്കുന്നതാ? ഇത് ജ്യൂസ് അടിക്കുന്നത്. അല്ല, ജ്യൂസ് അടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാ? ജ്യൂസ് അടിക്കാൻ പണ്ട് നമ്മളെ 5 വയസ്സക്ക് ഓട്ടയുള്ള ഒരു വെള്ള കളർ മുട്ടായി ഓടുള്ള അതേപോലത്തെ അതന്നെ വേണം കേട്ടോ. അതിന്റെ സെയിം പഴവർഗ്ഗങ്ങളുണ്ട്, പക്ഷികളെ കണ്ട്. വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പച്ചക്കറി നമ്മൾ കണ്ട്. വേറെ എന്തെങ്കിലും ഇന്ന് ഇത് കൊടുക്കാം? തേനീച്ച. തേന കിട്ടലുണ്ട് അതിൻ്റെ അകത്തുനിന്ന്? ഇത് മോന്റെ ഇതാണ്. മോൻ കുറച്ച് കാലം നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ അവന്റെ ഇതാണ് തേന്. ചെറുതാൻ്റെ ഇത്. അതിനെ കൊണ്ട് കുച്ചലുണ്ടാ തേനീച്ച? ഇല്ല, ഒന്നുമില്ല. ഇല്ല. എനിക്ക് ചെറുപ്പത്തിലെ തേനിങ്ങനെ കൈയോട് വാരിട്ട്. അതിപ്പോ അതിന്റെ പിന്നെ ഡയറക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂലല്ലോ. അതൊന്നും ചെയ്യാത്ത ഉപയോഗിക്കാം. വേറെ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ പ്രോസസ് ഒന്നും ഇല്ല ഇനി? ഇല്ല അല്ലേ? ഇതൊന്നും ആരെങ്കിലും ജ്യൂസ് അടിക്കില്ല? കുടിച്ചിട്ട് എന്തുണ്ടെന്ന് നോക്കട്ടെ അല്ലേ? കുടിച്ചിട്ട് നോക്കി എങ്ങനെയുണ്ട്. മൈദക്ക, പിന്നെ അന്ന് ഞാൻ നിങ്ങളെ കണ്ടവരെ ഇങ്ങനെ പറഞ്ഞേ, നിങ്ങളെ മീശയും ആ ലുക്കെല്ലാം കണ്ട ഒരു സിനിമ സ്റ്റൈൽ മീശയെല്ലാം വെച്ചിട്ടുണ്ടല്ലോ. എന്നാ സംഭവം? അത് പണ്ട് ഈ മീശയും ഇത് പണ്ടേ ഉള്ളതാണ്. സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഉണ്ട്, ഇല്ലാന്ന് ചോദിക്കുമ്പോ ഇല്ല. കാരണം ഒരു 5-8 കൊല്ലം മുൻപേ എനിക്കിവിടെ ബസ് ഓടിക്കലാണ് പണി ഗൾഫില്. അപ്പോൾ ബോംബെയിൽ രാകേഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാള് ആയിട്ട് ഞാൻ പരിചയക്കാരനാണ്. ആള് വിളിച്ചിട്ട് എന്നോട് പറയും ഒരു 5 വണ്ടി വേണം, ഒരു 10-15 ആളെ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ റെഡി ആക്കി കൊടുക്കും. സിനിമയിൽ ഷൂട്ടിങ്ങിന് വേണ്ടി. അപ്പോൾ അവര് വലിയ വലിയ നടിമാരും നടന്മാരൊക്കെ വരും. സണ്ണി ഡിയോള്, പിന്നെ മനീഷ് കൊയ്രാള, പിന്നെ കരീന കപൂർ, അങ്ങനെ കണ്ടമാനം ആൾക്കാർ വരും. സെയ്ദ് ഖാൻ, പിന്നെ മലയാളത്തിലുള്ള 1-2 ആൾക്കാരിൽ അവരൊക്കെ വരും. അപ്പോൾ എവിടെയെങ്കിലും ഇരിക്കാൻ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ആളില്ലാണ്ടിരിക്കുമ്പോൾ എന്നോട് പറയും നീ അവിടെ ഇരിക്കുന്നത്. നമുക്ക് രസമാണ്, ഞങ്ങളും അവിടെ ഇരുന്ന് കൊടുക്കും. അത്രേ ഉള്ളൂ. അങ്ങനെയാണല്ലേ? അങ്ങനെ എത്ര സിനിമയിൽ വന്നിട്ടുണ്ട്? ഒരു മാർക്കറ്റ്, പിന്നെ ചെഹറ, ഒരു 3-4 എണ്ണത്തിന് വന്നിട്ടുണ്ട്. എല്ലാം ഹിന്ദി സിനിമ തന്നെ? മലയാളത്തിലൊന്നും ചാൻസ് മലയാളത്തിലൊന്നുമില്ല. ഇല്ല അല്ലേ? ഇനി സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയെന്നായിരിക്കും ഞങ്ങൾക്ക്. ഡയലോഗിലുള്ള ഒരു ഇത് നിങ്ങൾ പോവാ? ആവില്ല. എനിക്ക് ഈ പറയുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. അതെയാ? മറ്റേ മൊബൈലിൽ കൂടി സംസാരിക്കുമ്പോഴെല്ലാം എനിക്ക് നേരിട്ട് പറയല് ഭയങ്കര മടിയാണ്. 4 സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് ആയില്ലേ? അഭിനയിച്ചിട്ടില്ല, എന്നാലും അങ്ങനെയല്ലല്ലോ. പിന്നെ മൊയ്തുക്ക, നിങ്ങളെ വീട്ടില് പിന്നെ കുറെ കൊല്ലം മുന്നേ ആക്കിയ കിച്ചൺ ഇപ്പൊ പുതിയ പോലെ കിടക്കുന്നുണ്ട് എന്ന് പറയുന്നിട്ട്, അത് ഉള്ള തന്നെയാണോ? അതൊരു 5 കൊല്ലം മുമ്പേ ഉണ്ടാക്കിയത്. അതിന് മുൻപേ എന്റെ വീട്ടിൽ കൂടി 17 കൊല്ലായി.
അപ്പം ഞാൻ ഒരു ജയൻ എന്ന് പറഞ്ഞ ഒരാളുടെ നിന്നാണ് കിച്ചൻ്റെ ഇത് പണിയെടുത്തത്. അന്ന് 3.5 ലക്ഷം ഉറുപ്പ്യക്കാണ് കിച്ചൻ്റെ പണി കംപ്ലീറ്റ് എടുത്തത്. 25 കൊല്ലത്തെ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞാണ്. ഒരു 5-8 കൊല്ലം ആകുമ്പോഴേക്ക് തന്നെ അത് ചേല പിടിക്കാൻ തുടങ്ങി. ലാസ്റ്റ് ഞാൻ അഷ്റഫിനോട് പറഞ്ഞിട്ടാണ്, അഷ്റഫാണ് നിങ്ങൾ അഷ്റഫ്, അവരോട് പറഞ്ഞിട്ടാണ് ഇതാക്കിയത്. നിങ്ങൾ അതാക്കി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിന് നല്ല സന്തോഷം? വളരെ സന്തോഷം. വലിയ പൈസ ആയിട്ടില്ല. ഞങ്ങൾ പണ്ട് ഒരു 14 കൊല്ലം മുമ്പ് ഉണ്ടാക്കുന്ന പൈസ ആയിട്ടുള്ളൂ. ഇപ്പൊ നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് കണ്ടിട്ട്? നമുക്കത് കണ്ടാലോ പോയിട്ട്? ഓ റെഡി. NIJS നിങ്ങളെല്ലാം വീട് എവിടെയാ? മുണ്ടേരി UP സ്കൂളാണ്. ഞാൻ പഠിച്ച സ്കൂളാ അത്. ഞാനിവിടെ പഠിച്ചിന് പണ്ട് കുറെ കൊല്ലായി. അന്നേരം ഇങ്ങനെയൊന്നല്ല സ്കൂള്, ഓടിന്റെ സ്കൂളാ അന്നേരം. മോളെ പേരെന്നാ? സഹറ. വീട് എവിടെയാ? വട്ടപ്പയിൽ തന്നെയാ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എവിടെ? ദുബൈയിലാ? ചേട്ടാ ഞാൻ ദുബൈയിലുണ്ടായിരുന്നു. ദുബൈയിലെവിടെയാ? ഷാർജയിലെവിടാ? സ്കൂളിൽ ഏത് ഭാഗത്താ? ഗുബൈബ സിഗ്നലിൻ്റെ അടുത്താ. ഞാൻ ദുബൈയിലുണ്ടായിരുന്നു. നിങ്ങൾ അവിടെ നിന്ന് പാല് മേടിക്കലുണ്ടാ? ചായ ഒക്കെ? ഏത് പാലാ മേടിക്കല്? പശുവിൻ്റെ തന്നെ? ഏത് കമ്പനീൻ്റെ മേടിക്കല്? അൽറവാബി എന്ന് പറഞ്ഞ കമ്പനി കേട്ടിനാ? അതന്നെ ഇനി മേടിക്കണം കേട്ടോ. ആ പാലിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാം? അത് നമുക്ക് ഇങ്ങക്ക് പോയി കാണാൻ പറ്റുമോ? അവിടുത്തെ ഫാമല്ലോ കണ്ടിട്ടുണ്ടാ? ഫാം വിസിറ്റ് ചെയ്തിട്ടുണ്ടാ? എവിടാ? ഏത് സ്ഥലത്താന്ന്? അൽക്കവനീജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അൽറവാബീൻ്റെ ഫാം കേട്ടാ. പിന്നെ അവിടെ പോയിട്ട് പശുവിനെ കറക്കുന്നതും ബോട്ടിലാക്കുന്നതും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ പ്രോസസ്സെല്ലാം കാണാൻ പറ്റും. ചങ്ങായിമാരെ, അടുത്ത സാറ മോള് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരാമായിരുന്നു. നമുക്ക് അവളെ പാട്ട് കേൾക്കാലോ, പഠിക്കാം. ചരിത്രത്തിൽ ഉണ്ട് ഹാജറ, സഫ മർവ കഥയിലും ബീബി ഹാജറ, അമ്പിളിച്ചേരുള്ള ഇമ്പർ മണവുള്ള അമ്പത്ത തുണിയായി പൂമുത്ത് ഹാജറ, തൂതരിബറായി ആദരപ്പൂവിൻ്റെ അഴകിലും തങ്കപ്പൂ മാരി ഹാജറ. അടിപൊളിയാണ് കേട്ടാ, സൂപ്പർ. സ്കൂളിന് പങ്കെടുക്കലുണ്ടാ? പരിപാടിക്കല്ല? അതെയാ? ഞാൻ ചോദിച്ച് അവളോട്, ഞാൻ പറഞ്ഞു നമ്മളെ അൽറവാബിന്റെ പാലെല്ലാം മേടിച്ച് കുടിക്കണം, നല്ല പാലാന്നെല്ലാം പറഞ്ഞു അവളോട്. അവളോട് കുടിക്കലുണ്ടെന്ന് പറഞ്ഞു. എപ്പെങ്കിലും മേടിച്ച് കുടിക്കലുണ്ട്. ഇനി സ്ഥിരതാക്കണം കേട്ടോ. വാ, നീ വരുന്നില്ലേ? വാ. ഇത് ഫിഷ് ടാങ്ക് ആണ്. വീടെടുക്കുമ്പോൾ തന്നെ സ്ഥലം ഉണ്ടാക്കിയിട്ട് ഇതാണ്. ഇത് ബാക്കിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. ഇതാണല്ലേ ചേട്ടാ, ഇതാണ്. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഞാൻ ചെറുപ്പത്തിൽ കിടന്ന ഭയങ്കര സംഭവം. ഞങ്ങളൊരു 10-20 ആള് കിടന്നാണ്. ഇപ്പൊ എന്റെ മകൻ ഇവിടെ വരുമ്പോ കിടക്കാൻ വേണ്ടി കൊണ്ടുവന്ന. ആഞ്ഞും പറ്റിയില്ലല്ലേ? ഇല്ല. എന്നൊരു 70 കൊല്ലം മേടിക്കലേ ഉറപ്പായിട്ട് വെക്കും. വാ, നമ്മളെ കിച്ചൺ ഒരു ഇതാണ് കിച്ചൺ. ഇത് എത്ര? 5 കൊല്ലായി പറഞ്ഞേ? 5 കൊല്ലായി. 5 കൊല്ലായി. പിന്നെ 5 കൊല്ലായിട്ട് ഇത് പുതിയതുപോലെ തന്നെ ഉണ്ടല്ലോ, നല്ല സെറ്റപ്പ് ആക്കി ചെയ്തില്ലേ? നല്ല പണിയാണ്. നിങ്ങളെ അഷറഫിന്റെ പണി. അഷറഫിക്കല്ലേ? അഷറഫിക്കന്റെ പണിയാ.
സെറ്റപ്പാക്കി ചെയ്തിന് കേട്ടാ. ആരെങ്കിലും ഇതുപോലെയുള്ള അതിമനോഹരമായ ഇപ്പോഴത്തെ പുതിയ മോഡലെല്ലാം വരുന്നുണ്ട്, കിച്ചൺ വേണ്ടിയെങ്കിൽ അഷർഫിക്കായിട്ട് ബന്ധപ്പെടുക കേട്ടോ ചങ്ങായിമാരെ. അഷർഫിക്കാൻ്റെ നമ്പർ വേണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ തരും. അഞ്ച് കൊല്ലമായിട്ട് ആ സ്മൂത്ത്നെസ് കണ്ടോ? അനങ്ങില്ല. ഇത് പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടാ, നമ്മളെ ആക്കിത്തരാനേ നമുക്ക് പറ്റൂ. സൂക്ഷിക്കുന്നത് നിങ്ങളെ കൈമേലായിരിക്കുന്നത്. അത് അങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ ഇത് പുള്ള ഔട്ട് അല്ലേ? ഇതേ സെയിം ആണ് ആദ്യം ഉണ്ടാക്കിയത്. ആദ്യത്തേത് ഇത് എന്നിട്ട് 5 കൊല്ലമായിട്ടും അനങ്ങിയിട്ടില്ല അല്ലേ? ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടാ ചങ്ങായിമാരെ, വെന്റ് ഡോർ ഉണ്ടോ? കണ്ടോ? ഇത് മേലോട്ടേക്ക് തുറന്നു വെക്കുന്നത്. ഇതും അങ്ങനെ. ഇത് ഗ്ലാസ് ഐറ്റംസ് എല്ലാം വെക്കാം അല്ലേ? എല്ലാം നല്ല രസമായിട്ട് ചെയ്തില്ലേ? അതും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് മറ്റേ പരസ്യത്ത് പറഞ്ഞല്ല, പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് അകത്തേക്ക് കയറിയാൽ ഇതിൻ്റെ ഇതറിയുന്ന പറഞ്ഞല്ല, ഉള്ളിൽ സെറ്റപ്പ് തന്നെയല്ലേ? കാണാൻ നല്ല രസമുണ്ട്. ഈ വെള്ളയായിട്ടും നിങ്ങളെങ്ങനെ ഇങ്ങനെ കച്ചര കാണാണ്ട് സൂക്ഷിച്ചു വെക്കുന്നത്? ഇതിന്റെ കഴിച്ചാറാ നിങ്ങളെ ചെറിയ കുട്ടികളില്ല. ചെറിയ കുട്ടികളില്ലെങ്കിലും പൊടി പിടിക്കൂല എന്തായാലും. അതിൽ നിങ്ങളെ ഇതൊന്നും ഇല്ല അല്ലേ? നിങ്ങൾക്ക് കടിച്ചില്ല വൈഫിനെ. ചങ്ങായിമാറ ഇത് നേരത്തെ പറിച്ചോണ്ടെന്നെ ആ ജ്യൂസാട്ടാ കുടിച്ചോണ്ട്. ഇവൾ ഇന്നലെ വന്നാണ്, ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നാണ് മോനും. അതെ, ആധാര മോളാ? അല്ല, ഭാര്യന്റെ അനുസരിച്ച്. അതെയാ? ആ ഇവരെ വീട്ടിലാണ് നമ്മൾ പണിയെടുത്തല്ലേ? അപ്പൊ അവിടെ എടുത്ത് എങ്ങനെയുണ്ടെ കുറിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇവിടെ ആര് വന്നെങ്കിൽ ഇതാ കുടിക്കുക. എല്ലാം ഫ്രഷ് സാധനല്ലേ? എന്നാ പറയാ ഇടാണ്ട് ആക്കിയതല്ലേ? ഇംഗ്ലീഷ് വെള്ളം ഇടാണ്ട് ഒന്നുമില്ല. ഇത് മരമാണ്, ഫുൾ മരം, ഫുൾ മരമാണ്. അതെയാ? ഞങ്ങളുടെ അമ്മാവന്റെ പുതിയാപ്പിള ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇത് പിന്നെ ടൈല് പോലെ എങ്ങനെ വരുന്നതാണോ അല്ല ഇങ്ങനെ കട്ട് പീസ് എടുത്ത് വെച്ച് ചെറിയ പീസ് വരുന്ന ഈ സ്ക്വയറിൽ ഇതായിട്ട് വരുന്നതാണ്. പക്ഷെ 15 കൊല്ലം ഫിറ്റ് ചെയ്തിട്ട് ഇതുവരെ പോളിഷ് ചെയ്തിട്ടില്ല. പോളിഷ് ചെയ്യണം ശരിക്കും അല്ലേ? പോളിഷ് ചെയ്യണം. പോളിഷ് ചെയ്യാൻ നല്ല നെൻസ് ഉണ്ടാവും. പക്ഷെ പോളിഷ് ചെയ്യാന്ന് പറഞ്ഞാല് വീട്ടിലൊന്നും ആൾക്ക് നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെ പൊടി മാറും. അതുകൊണ്ട് പോളിഷ് ചെയ്തിട്ടില്ല. ഇതിന്റെ പേരെന്നാ? ഹാനിയാ? ഭയങ്കര പേരാണല്ലോ. എന്നാ ചെയ്യുന്നത്? എത്രയെല്ലാം പഠിക്കുന്നത്? 7ലാ? ഏത് സ്കൂളിലാ? ജംസിലാ? എടാ ജംസ് ഇന്റർനാഷണലിലാ? ദുബായ് തന്നെ, ജംസ് ഇന്റർനാഷണൽ. ദുബായിൽ എനിക്കറിയാം, ഞാൻ കുറെ ഉണ്ടായല്ലോ ദുബായിൽ. വേറെന്നാ പിന്നെ? ഒന്നുമില്ല. ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി? 2 ദിവസം. എത്ര മാസം? 2 മാസം വെക്കേഷൻ? അതെയാ? അടിച്ചു പൊളിക്കലല്ലേ നീ നാട്ടിൽ നിന്ന്? ദുബായിൽ ചൂടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി മഴയെല്ലാം കാണാൻ വേണ്ടി ഇങ്ങ് വന്നായിരിക്കും അല്ലേ? അടിപൊളി. നമ്മളെ അമ്മാവനാണ്. അമ്മാവനാ? ഭാര്യന്റെ അമ്മാവൻ. പക്ഷെ അമ്മാവനെ കാണുമ്പോൾ നിങ്ങളെ കാണും വയസ്സ് കുറവ് തോന്നുന്നു. ആള് ഖത്തറിന്റെ കൊല്ലം. അതെയാ? ഇപ്പൊ ഖത്തർ തന്നെ? കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. അതെയാ? എന്നാ ചെയ്യുന്നത്? ഇപ്പൊ 40 വർഷം ഉണ്ടായിരുന്നു. കസ്റ്റംസിലെ ജോലി. അവിടുത്തെ കസ്റ്റംസിൽ? കസ്റ്റംസ് ആൻഡ് പോർട്ട് ജനറൽ അതോറിറ്റി. അതെയാ? പോയ പാടുന്നു. ഇവിടെ വന്ന് നാട്ടിൽ മുടിയെല്ലാം ഉണ്ടായിരുന്നുണ്ട്. അങ്ങനെ ഇരിക്കൂല.
KMCC എന്ന് പറഞ്ഞൊരു വലിയ സംഘടന. അറിയാം, ഞാൻ ദുബായിൽ 11 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ഥാപകനല്ല വളർത്തത്. അതാണ് അറിയപ്പെടുന്ന പറഞ്ഞല്ലേ. അറിയാം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. അതെ, KMCC നമ്മളെ കമ്പനിയിൽ നിന്നെല്ലാം പല ആൾക്കാരും പാസ്പോർട്ട് പുതുക്കാനോ അതിനെല്ലാം പോക്കുണ്ട്. അപ്പൊ നിങ്ങളെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പൊ മൊയ്തുക്ക, എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ ഇതെല്ലാം. പക്ഷെ ഒരു കാര്യത്തിൽ സങ്കടമുണ്ട്. എന്നാ അറിയാ, ഇപ്പം മഴക്കാലമായോണ്ട് കുറേ ചെടീൻ്റെ മേലെ ഒന്നും പോവില്ല. ഞാൻ അന്ന് വന്നപ്പോൾ പിന്നെയും ഈ ചെമ്പരത്തി, വെറൈറ്റി ചെമ്പരത്തികൾ ഒരുപാട് ടൈമിലെല്ലാം പോവുണ്ടായിരുന്നു. അതൊന്നും കാണാൻ പറ്റില്ല, അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമുണ്ട്. ചെമ്പരത്തി ഒരു ദിവസമേ ഉണ്ടാവും. അല്ല, അത് അധികം വിരിയുന്നതാണല്ലോ, ആ മുട്ട് വന്ന് കിടക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അന്ന് കണ്ടപ്പോ. പിന്നെ ഒരു വക ചെടികളൊന്നും മഴക്കാലത്ത് അങ്ങനെ പൂവുണ്ടാവില്ല അല്ലേ? പൂവുണ്ടാൽ തന്നെ വേഗം അടിയും ചെയ്യും മഴ കഴിഞ്ഞാലേ പൂ. ആ വെളിയിലാണ് പൂത്ത് വലിഞ്ഞ് വെക്കുന്നുണ്ട്. അത് താലൊക്കെ കട്ട് ചെയ്തിട്ട് ഇതാക്കി നിങ്ങളതിനെ ബോൺസായി പോലെ ആക്കി കൊണ്ടുവന്നായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ അവസരവും തന്നതിന് ഒരുപാട് നന്ദി, ഹൃദയത്തിന്റെ വർഷം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം ദീർഘായുസ്സും ആരോഗ്യവും നല്ല ഓജസ്സോടുകൂടെ ജീവിക്കാനുള്ള കരുത്തും പടച്ചവൻ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്നാ ഇതൊക്കെ എന്താ പറയണ്ട? എനിക്കൊന്നും പറയാനില്ല. ആൾക്കാരിപ്പം പറയും സ്ഥലമില്ല, ചെടിയാണോ ഇതാണോ. ഡ്രമ്മ് വാങ്ങിയാൽ മതി. ഡ്രമ്മ് വാങ്ങി തന്നെ ഇവിടെ തന്നെ ഒരു 10 ഡ്രമ്മ് വെക്കാം, വീട്ടില് ടെറസിൽ വെക്കാം. വേണമെങ്കിൽ ചക്ക പേരിലും ഉള്ള സ്ഥലത്ത് നമ്മൾ ചെയ്യും അല്ലേ? ഉള്ള സ്ഥലത്ത് ചെയ്യാം. ഇതന്നെ രാവിലെ എണീച്ചാൽ ഒരു സന്തോഷമായിട്ട് കാണാം. അതെ അതെ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ചെടി നട്ടാലോ അല്ലെങ്കിൽ ഒരു പച്ചക്കറി നട്ടാലോ അതിൽ കായും പുഷ്പങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ കാണുമ്പോൾ മനസ്സിനൊരു എങ്ങൊന്നുമില്ലാതെ ഒരു സന്തോഷം. ആ ഒരു ഇതാണ് ഫീലിംഗ് ആണ് അല്ലേ? ഒരു പിന്നെ വൃന്ദാവനത്തിൽ കയറിച്ചെന്നൊരു പ്രതീതിയാണ് ഇവിടെ കാണുമ്പോ. എന്തെല്ലാം ചെടികളും മരങ്ങളെല്ലാം. എനിക്കങ്ങനെ തോന്നുന്നില്ല, അല്ല അത് നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. അപ്പൊ കാണാതെ ഞാനന്ന് ഫസ്റ്റ് തന്നെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു കണ്ടപ്പോ. എന്നാ സംഭവം ആ ചെമ്പരത്തികളെല്ലാം വെറൈറ്റി ചെമ്പരത്തി 2-3 ഐറ്റംസ് പൂവ് ഇങ്ങനെ വിരിഞ്ഞ് ആ ചെമ്പരത്തിയെ തന്നെ കണ്ടു പോയത്. ഞാനിപ്പോ ഇതിപ്പം വാങ്ങിയിട്ട് 1.5 മാസമായിരിക്കും ചെമ്പരത്തി വാങ്ങിയിട്ട്. പൂവുള്ള സമയത്ത് എല്ലാരും ഓരോന്നോരോ ഇതായിട്ടില്ല. ഇതന്നെ മറ്റേ ഇതുണ്ടല്ലോ കടലാസ് പൂവ്, ഇത്ര 10-12 കൊല്ലത്തെ പ്രായമുണ്ട്. കൊറേ വിധം കളർ ഉണ്ടാവും അല്ലെ? എല്ലാ വിധമുണ്ട്. അപ്പോ ചങ്ങായിമാരെ, നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ് ഇന്നത്തെ. നമ്മളെ വീഡിയോ നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.